നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാഹന മോഡിഫിക്കേഷനെ കുറിച്ചുള്ള ചർച്ചകൾ യുവാക്കൾക്കിടയിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാലമാണ്. മോഡിഫിക്കേഷനുകൾ അത് വാഹനത്തിലായാലും ജീവിതത്തിലായാലും മറ്റുള്ളവർക്ക് ദുരിതമാവരുത്, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള മോഡിഫിക്കേഷനുകളാകാം എന്നാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്. നമ്മളിന്ന് പറയാൻ പോകുന്നത് 1990-ൽ അമേരിക്കയിൽ തുടങ്ങിയ റാറ്റ് റോഡ് വിപ്ലവത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു കാഴ്ചകളെക്കുറിച്ചാണ്. റാറ്റ് റോഡ് വിപ്ലവം എന്ന് പറഞ്ഞാൽ ഈ പഴയ വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഏറ്റെടുത്ത് പുതിയ വാഹനങ്ങൾ, അത് കുറച്ച് വിചിത്രമാണ്, കുറച്ച് കൗതുകകരമാണ്, അത്തരം വാഹനങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മൾ തോന്നുന്നു ഇതൊക്കെ ഇനി ഉപയോഗശൂന്യമായി കിടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം വാഹനങ്ങളുടെ പാർട്സുകൾ ഉപയോഗിച്ച് നമുക്ക് വളരെ മനോഹരമായ പുതിയ വാഹനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. അത്തരമൊരു കാഴ്ചയും സംസ്കാരവുമാണ് നമ്മുടെ ചേർത്തല സ്വദേശി രാകേഷ് ബാബു കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനം, റാറ്റ് റോഡ് വാഹനം, കേരളത്തിൽ ഇപ്പോൾ ഒരു തരംഗമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിലവിലെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഇത് പൊതുനിരത്തിൽ ഇറക്കുന്നത് നിയമപരമായി ശരിയല്ല. അതുകൊണ്ട് എക്സിബിഷനുകളാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ഥാനം. എന്തായാലും നമുക്ക് കാണാം കേരളത്തിലെ റാറ്റ് റോഡ് സംസ്കാരം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിലെ യുവാക്കൾക്ക് വേഗതയേറിയ വണ്ടികളോട് താല്പര്യമുണ്ടായിരുന്നു. പണമില്ലാത്തതിനാൽ അവർ പഴയ കാറുകൾ വാങ്ങി ഭാരം കുറയ്ക്കാനായി ഫെൻഡറുകളും ബോണറ്റും ബമ്പറും ഒക്കെ അഴിച്ചുമാറ്റി. പിന്നീട് വലിയ എഞ്ചിനുകൾ ഘടിപ്പിച്ചു. അങ്ങനെ കൗതുകമുള്ള ഹോട്ട് റോഡ് യുഗത്തിന് തുടക്കമായി. പിന്നീട് ആ മേഖലയിൽ ധാരാളം പരിണാമങ്ങൾ വന്നു. തിളങ്ങുന്ന പെയിൻറ്റും ക്രോം ഫിനിഷിങ്ങും ചെയ്ത് അവ വിലയേറിയ കാറുകളായി. ഹോട്ട് റോഡ് ആഡംബര കാർ സംസ്കാരത്തോടുള്ള എതിർപ്രതികരണമായി 90കളിൽ ഒരു പുതിയ വാഹന സംസ്കാരം രൂപമെടുത്തു. റോബർട്ട് വില്യംസ് എന്ന കലാകാരൻ ഫോർഡ് റെഡ്സ്റ്റർ കാർ ചുവന്ന പ്രൈമർ മാത്രമടിച്ച് തുരുമ്പ് ലുക്കിൽ പുറത്തിറക്കി. അതോടെ റാറ്റ് റോഡ് വിപ്ലവത്തിന് തുടക്കമായി. വിചിത്രവും അപൂർണമായതും പഴമയും പ്രതിഫലിപ്പിക്കുന്നതാണ് റാറ്റ് റോഡ് കാറുകളുടെ വ്യക്തിത്വം. പുറംമോടിക്ക് പ്രാധാന്യം നൽകാത്തതാണ് റാറ്റ് റോഡ് വാഹനങ്ങളുടെ ഡിസൈൻ. പല വാഹനങ്ങളുടെയും പഴയ ഭാഗങ്ങളും വാഹനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വസ്തുക്കളും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. കേരളത്തിൽ റാറ്റ് റോഡ് തരംഗം എത്തിച്ചത് ഒരു ചേർത്തലക്കാരനാണ്. ചേർത്തലയിലെ സുഡൂസ് കസ്റ്റംസ് എന്ന കസ്റ്റമൈസേഷൻ ഗരാജിൻ്റെ ഏറ്റവും പുതിയ സൃഷ്ടിയാണ് രാകേഷിൻ്റെ റാറ്റ് റോഡ്. കൂടുതലും നമ്മൾ മിനിയേച്ചറായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാക്കിയത് ഒരു ബീറ്റിലായിരുന്നു. ബീറ്റിൽ വെളിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മഞ്ഞ കളറൊക്കെ അടിച്ച് ചെറിയ, അതായത് ഒറിജിനൽ വണ്ടി 5 സീറ്റാണ് വരുന്നത്. നമ്മളതിനെ 2 സീറ്റിലോട്ടാക്കി നീളം വീതിയൊക്കെ കുറച്ച് ചെയ്തായിരുന്നു. അന്ന് അതൊരു കൗതുകമായിരുന്നു എല്ലാവരുടെ അടുത്ത്. സ്വന്തം സുസുക്കി ഫിയറോ ബൈക്കിനെ സ്പോർട്സ് ബൈക്കാക്കി രൂപം മാറ്റിയാണ് രാകേഷ് വാഹന നിർമ്മാണത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ചെറുപ്പം പോലെ ഈ കുഞ്ഞു വണ്ടികളോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യമൊക്കെ ഹാർഡ് ബോർഡ് വെച്ചിട്ട് ചെറിയ ചെറിയ മോഡലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു 2 വീലറിൻ്റെ പഴയ ഒരു 2 വീലർ ഉപയോഗശൂന്യമായ ഒരു വണ്ടി കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും അതുകൊണ്ട് ഒരു ചെറിയ ജീപ്പ് ഉണ്ടാക്കി. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതൊരു 2009-ലാണ് അങ്ങനെ ചെയ്തിറങ്ങുന്നത്. അച്ഛൻ സുരേഷിൻ്റെ വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ് ജോലികൾ ചെയ്തത്. പിന്നീട് ഇരുചക്ര വാഹനത്തിൻ്റെ എഞ്ചിൻ ഉപയോഗിച്ച് ഒരു ജീപ്പ് നിർമ്മിച്ചു. മിനിയേച്ചർ വാഹനങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ ഓർഡറുകൾ വരാൻ തുടങ്ങി. എന്നുവെച്ചാൽ ആദ്യം നമ്മുടെ ഒരു പാഷൻ്റെ പുറത്ത് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് ആവശ്യക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഗാരേജ് ഇട്ടു. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഓർഡറൊക്കെ എടുത്തിട്ട് ചെയ്തു കൊടുക്കുന്ന പരിപാടി. ഷോയ്ക്ക് ആദ്യമൊക്കെ മിനിയേച്ചർ വണ്ടിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അത് 1-2 വർഷമൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ മിനിയേച്ചർ തന്നെ പല പല മോഡലിൽ കൊണ്ടുവരുമ്പം ആൾക്കാർക്കൊരു ആദ്യം ഉണ്ടായിരുന്ന കൗതുകമൊക്കെ കുറഞ്ഞു വന്നു. പക്ഷെ ഇപ്പോൾ റാറ്റ് റോഡ് ഉണ്ടാക്കിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായി. കാരണം ഇതിപ്പോൾ ആരും കാണാത്തൊരു സാധനം. കുട്ടികൾക്ക് സ്വകാര്യ സ്ഥലത്ത് ഓടിക്കാൻ കഴിയുന്ന കാറുകൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. പിന്നീട് സിനിമാ മേഖലയിൽ നിന്നും രാകേഷ് ബാബുവിൻ്റെ കാറുകളെ തേടി ആവശ്യക്കാർ എത്തി. ആദ്യമൊക്കെ വീട്ടുകാർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം വണ്ടി ഉണ്ടാക്കി അത്യാവശ്യം റീച്ചായി, ചാനലിൽ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് വീട്ടിൽ ഭയങ്കര താല്പര്യമൊക്കെ. പിന്നെ സ്വന്തമായിട്ട് കാശ് മുടക്കി വണ്ടി ഉണ്ടാക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു സൈഡായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും താല്പര്യം പതിയെ പതിയെ കുറയാൻ തുടങ്ങി. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഇതിൻ്റെ പുറകെ പോവുക. പിന്നെ ഇതിന് ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഇവൻ പോണ ട്രാക്ക് കുഴപ്പമില്ല എന്നുള്ള ഇത് വന്നപ്പോൾ ഇപ്പോൾ സപ്പോർട്ടൊക്കെയാണ്.
വിൻറ്റേജ് മിനിയേച്ചർ വാഹനങ്ങളുടെ നിർമ്മാണത്തിനായി ഓട്ടോകാസ്റ്റിലെ ജീവനക്കാരനായ രാകേഷ് നീണ്ട അവധിയെടുത്താണ് വാഹന നിർമ്മാണ മേഖലയിൽ വ്യാപൃതനാകുന്നത്. ഞാനിവിടെ കേരള ഗവൺമെൻറ് ഓട്ടോകാസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടുത്തെ സ്കിൽഡ് വർക്കറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. മെക്കാനിക്കായിരുന്നു. ഇപ്പം 5 വർഷത്തേക്ക് ലോങ് ലീവ് എടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നിലവിലൊരു 10-25ഓളം വണ്ടികൾ ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ചില വാഹനങ്ങൾ 1 മാസത്തിനുള്ളിൽ രാകേഷ് പണി തീർത്തെടുക്കും. ചിലതിനത് 5-6 മാസം വരെ എടുക്കും. ഇത്തരം വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉപയോഗിക്കുന്നത് നിയമപരമായി നിരോധിച്ചിട്ടുള്ളതിനാൽ മിക്കതും മോഡലുകളും കളിപ്പാട്ടങ്ങളുമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. റോട്ടിൽ ഓടിക്കുന്ന വണ്ടി നിർമ്മിക്കുന്നില്ല. കൂടുതലും ഈ പറഞ്ഞ പോലെ സ്വന്തം പ്രോപ്പർട്ടിയിൽ വാങ്ങിക്കുന്ന ആൾക്കാർ അത്യാവശ്യം പൈസ ഉള്ളവരെ വാങ്ങിക്കാൻ വരുള്ളൂ. അപ്പോൾ അവരുടേതായ പ്രോപ്പർട്ടിയിൽ സ്ഥലമുള്ള പോലത്തെ ആൾക്കാരാണ് വരുന്നത്. പിന്നെ പാർക്ക്. അപ്പോൾ റോഡിൽ ഓടിച്ചിട്ടുള്ള ഇതുവരെ ഒന്നും അങ്ങനെ ആരും ഓടിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. പാർക്കുകളിലും എക്സിബിഷനുകളിലും ഹോട്ടലുകളിലും ഇവ കൗതുക വസ്തുവായി സൂക്ഷിക്കുന്നു. കാറുകളൊക്കെ ചില പാർട്ടികൾ പുറത്ത് നമ്മൾ അതായത് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെറാരിയുടെ ഒരു പഴയ മോഡൽ വണ്ടിയാണ്. ഇത് ഹൈദരാബാദുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് നമ്മൾ മെസ്സേജ് അയച്ചു. അങ്ങനെ വന്ന ഓർഡറാണ്. അത് നമ്മൾ ആദ്യം മുതൽ ഫോളോ ചെയ്യണം. അപ്പം നമ്മുടെ വണ്ടി ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ പുള്ളി കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വന്ന ഓർഡറാണിത്. ഹോട്ടലുകളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ എഞ്ചിനുകളില്ലാത്ത പൂർണ്ണ വലുപ്പത്തിലുള്ള മോഡലുകൾക്കും ആവശ്യക്കാരുണ്ട്. ഒരു മോഡലിന് ശരാശരി 1 ലക്ഷം രൂപ വരെ വില വരും. പിന്നീട് കാറുകളുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് അവയുടെ വിലയിൽ മാറ്റം വരും. ഇപ്പോൾ ഇലക്ട്രിക്കൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 1-1.5 ലക്ഷം രൂപയുടെ പറ്റേ എല്ലാം കൂടെ വരും. ചെയ്തിറങ്ങുമ്പോഴത്തേക്കും 1.5 മാസം എടുക്കും ഒരു ജീപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 2 ആൾ പണിയുന്ന ആൾക്കാരുടെ ലേബർ, പിന്നെ മെറ്റീരിയലിൻ്റെ പൈസ, ബാറ്ററി, മോട്ടർ എല്ലാം കൂടെ ആ ഒരു റേറ്റ് വരുന്നുണ്ട്. വാഹനങ്ങളെല്ലാം GA ഷീറ്റുകളും പൈപ്പുകളും ഉപയോഗിച്ച് സ്വയം നിർമ്മിച്ചവയാണ്. ഇതുവരെ ചെയ്ത വർക്കുകളിൽ ഇപ്പോൾ ഏറ്റവും തരംഗമായത് റാറ്റ് റോഡ് വാഹനമാണ്. ആദ്യ കാഴ്ചയിൽ അമേരിക്കൻ റാറ്റ് റോഡ് സംസ്കാരം ഓർമ്മിപ്പിക്കുന്ന രൂപമാണ് വാഹനത്തിനുള്ളത്. എന്നാൽ അതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ ഇന്ത്യൻ വാഹനങ്ങളുടെ വിവിധ ഭാഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അംബാസഡർ, ലാംബട്ര, മോട്ടോർ സൈക്കിൾ തുടങ്ങിയ വിവിധ വാഹനങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ചേർത്താണ് ഈ കസ്റ്റം ബിൽഡ് ഒരുക്കിയിരിക്കുന്നത്. ഈ മിനിയേച്ചർ വണ്ടികൾ ഉണ്ടാക്കിയിട്ട് ഞാൻ കോളേജിലൊക്കെ ഷോയ്ക്ക് പോകുമായിരുന്നു. അപ്പം നമ്മൾ ഈ ചെറിയ വണ്ടികൾ കൊണ്ട് മാത്രം ഷോയ്ക്ക് ചെല്ലുമ്പോൾ ആൾക്കാരുടെ ഒക്കെ ഒരു ആദ്യം ഉണ്ടായിരുന്ന കൗതുകമൊക്കെ മാറിയിട്ട് പിന്നെ ഇവൻ ചെറിയ വണ്ടി ഉണ്ടാക്കുകയുള്ളൂ എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാറ്റ് റോഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതിപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. നെറ്റിൽ നിന്ന് കുറച്ച് പല പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. റാറ്റ് റോഡിന് കരുത്തു പകരുന്നത് BMC അംബാസഡർ എഞ്ചിനാണ്. സാധാരണ വാഹനങ്ങളിലെ പോലെ ബോണറ്റിനുള്ളിൽ മറച്ചുവെക്കാതെ എഞ്ചിൻ തുറന്നു കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതിലൂടെ മെക്കാനിക്കൽ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ നമ്മൾ അംബാസഡർ കാറിൻ്റെ എഞ്ചിനാണ് അതിൽ ഉപയോഗിച്ചേക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു അംബാസഡർ കാർ സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് അത് പൊളിച്ചിട്ട് അതിൻ്റെ എഞ്ചിനാണ് എടുത്തേക്കുന്നത്. ബാക്കി സാധനങ്ങളെല്ലാം ചെയ്സ് അടക്കം നമ്മൾ വർക്ക്ഷോപ്പിലിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഉപയോഗശൂന്യമായ അംബാസഡർ വാങ്ങി അതിൽ നിന്നുള്ള എഞ്ചിനാണ് റാറ്റ് റോഡിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. ഷാസി നിർമ്മിച്ചിരിക്കുന്നത് GI സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചാണ്. അതുപോലെ ബോഡിയുടെ നിർമ്മാണത്തിനും GI തകിട് ഉപയോഗിച്ചു. അതിനുവേണ്ടി ഒരു അംബാസഡർ കാർ എടുത്തു. പിന്നെ നമ്മൾ സാധനങ്ങൾ മേടിച്ചത് എല്ലാം കൂടെ ഒരു 2 ലക്ഷം രൂപയുടെ പറ്റേ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഷ്ടപ്പാട്. പിന്നെ ഇതിൽ ഫയറിങ് ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് ചെയ്യുന്ന ഫയർ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം കുറച്ച് വേറെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കി. ഒന്നും നടക്കാഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളൊരു ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടാണ് ഇപ്പോൾ കാണുന്ന ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ബാക്ക് ഫയർ വരാതിരിക്കാൻ വേണ്ടി അതിനൊരു നോൺ റിട്ടേൺ വാല്യൂ NRV കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഭാഗമാണ് പാമ്പിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള എയർ ഇൻടേക്ക് സംവിധാനം. ചങ്ങലകൾ വെൽഡ് ചെയ്തുണ്ടാക്കിയ സ്റ്റിയറിങ്ങും ഗ്രനേഡിൻ്റെ മാതൃകയിലുള്ള ഗിയർ ലിവറും ഒരുതരം ഭീതി പടർത്തുന്നു. ഇതിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പം റാറ്റ് റോഡ് എന്ന് പറയുന്നത് പൊതുവെ ആൾക്കാർ മാഡ് മാക്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഉപയോഗിച്ച വണ്ടി. അപ്പം ഞാൻ ഇടുന്ന വീഡിയോയിൽ മാഡ് മാക്സ് എന്ന് പറഞ്ഞ കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് മൊത്തത്തിലൊരു റഫ് ആയതുകൊണ്ട് ഇനി അടുത്ത് ഉണ്ടാക്കുന്ന വണ്ടിയോ അതിനോട് സാമ്യമുള്ള രീതിയിലുള്ള ഒരു വണ്ടി വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്.
വാഹനത്തിൻ്റെ മുൻവശത്തെ ഹെഡ്ലാമ്പുകൾ യമഹ RX100 ബൈക്കിൻ്റെ ഹെഡ്ലാമ്പുകൾ മോഡിഫൈ ചെയ്തതാണ്. തീതുപ്പാനായി 2 എക്സോസ്റ്റുകൾ പ്രത്യേകമായി നിർമ്മിച്ച് കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ ഒരുക്കിയിരിക്കുന്നത് ലാംബട്ര ഓട്ടോറിക്ഷയുടെ ഷോക്ക് അബ്സോർവറുകൾ ഉപയോഗിച്ചാണ്. വ്യത്യസ്ത വാഹനങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിച്ചിരിക്കുന്നു. വാഹന പ്രദർശനങ്ങൾ, കോളേജ് ഇവൻറ്റുകൾ, ഓട്ടോമൊബൈൽ ഷോകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് രാകേഷ് ഈ റാറ്റ് റോഡ് ഒരുക്കിയിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കൈകൊണ്ട് നിർമ്മിച്ചവയാണ്. മാസങ്ങളുടെ അധ്വാനവും പരീക്ഷണങ്ങളും ചേർന്ന ഇന്ത്യയിലെ ഫസ്റ്റ് ഹാൻഡ് മെയ്ഡ് റാറ്റ് റോഡാണിതെന്ന് രാകേഷ് പറയുന്നു. എനിക്ക് വരുന്ന ഓർഡറുകളെല്ലാം ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞാൻ കൈകൊണ്ടുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒരു കമ്പനി പോലെ, ചെറിയ വണ്ടികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി പോലെ തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ റാറ്റ് റോഡുകൾക്ക് വലിയ തോതിലുള്ള ആരാധകരുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്തരം നിർമ്മാണങ്ങൾ വിരളമാണ്. ഇന്ത്യയിൽ മാത്രമാണ് മോഡിഫിക്കേഷന് ഇച്ചിരി പ്രശ്നമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റുള്ള വിദേശ രാജ്യങ്ങളിലെന്നൊക്കെ പറഞ്ഞാൽ ഇത് അലൗഡാണ്. അപ്പം മോഡിഫിക്കേഷൻ ഒരു പരിധി വരെയൊക്കെ നല്ലതാണ്. കാരണം മറ്റുള്ളവർക്ക് ദ്രോഹം വരാത്ത രീതിയിൽ ഇപ്പം സൗണ്ടൊക്കെ കേൾപ്പിച്ച് പോകണതിലൂടെ നമുക്ക് താല്പര്യമില്ല. അപകടകരമല്ലാത്ത, സമൂഹത്തിന് ശല്യമാവാത്ത, യുവാക്കൾക്ക് താല്പര്യമുള്ള മേഖലകൾ നമ്മുടെ നാട്ടിലും സജീവമാവട്ടെ. പരമാവധി യുവാക്കൾക്ക് നാട്ടിൽ നിൽക്കാനുള്ള വീർപ്പുമുട്ടൽ മാറട്ടെ. വാഹനങ്ങൾ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ മൗലികത കൂടി പ്രസരിപ്പിക്കട്ടെ.